ഹലോ. അസ്സലാമു അലൈക്കും. ഇസ്ലാം. അത് മൻസൂർ മണ്ണാർക്കാട് എന്ന ആളല്ലേ? അതെ. ഞാൻ ഒന്നുമില്ല, ഞങ്ങളെ വീഡിയോസ് കേൾക്കലുണ്ട്, അപ്പൊ അങ്ങനെ ഒന്ന് വിളിച്ചതാ. ആ. പിന്നെ നിങ്ങളെ ഈ വീഡിയോസ് കേട്ടിട്ട് നമ്മൾ ഒന്ന് രണ്ട് ആളുകള് ഒന്ന് ക്ലിയർ ആയി വന്നതുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വിളിക്കാൻ കാരണം. ഉം. അതായത് മറ്റേ ഈ ദർഗയിൽ ഇങ്ങനത്തെ ഇതിലൊക്കെ പോണത്, അപ്പൊ നിങ്ങളെ പേര് പറയണണ്ടപ്പോ അത് നിങ്ങളെ കുറിച്ചാ പറയണെന്ന് അങ്ങനെ എനിക്ക് മനസ്സിലായത്. ആ. അയാൾ പറഞ്ഞ വളരെ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവര് ഇങ്ങനത്തെ ഈ ദർഗയിലും ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ പോണ ആളുകളെ ചെയ്യും. ഉം. അപ്പൊ അവിടെ ഉള്ളൊരു പുരുഷനാണ് ഇത് പറയുന്നത്. മറ്റവരൊക്കെ ഇപ്പോഴും നിലവിൽ അങ്ങനെ ഓൾറെഡി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉം. അപ്പൊ ബലുവായിട്ട് ഇങ്ങനെ ചർച്ച നടത്തിയാണ്ട് അപ്പൊ ഈ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പൊ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇതിന് പോകുന്നുണ്ട്. ഉം. ഇത് ഇപ്പൊ നിങ്ങളെ പോലത്തെ ഇതില് ചിലപ്പോ ഇങ്ങനത്തെ സംസാരം ഇപ്പം നാളിപ്പം നിങ്ങളതാണോ ഞാൻ അമീർ ഒതുക്കുന്നതിൻ്റെതാണോ അറിയില്ല. ഉം. ഒരു പാട്ട് പാടുന്നുണ്ട് മറ്റേ വടവൂർ ഔലിയനെ പറ്റിയിട്ട്. ഉം. അപ്പൊ അള്ളഹാനോട് ഉയർത്തിയാണ്ടാ പാടുന്നത്. അപ്പൊ അത് എന്റെ ഭാര്യ കേട്ടപ്പോ അത് എന്താ അങ്ങനെ പാടാൻ പാടില്ലല്ലോ, ഇനിയിപ്പോ ഏതെത്ര ഇതാണേലും അത്. അപ്പൊ അതായത് കേട്ടപ്പോ അത് ബോധ്യപ്പെട്ട് ഞാൻ പറഞ്ഞു ഇതേപോലത്തെ ഒരു പാടുണ്ട്, അപ്പം ഇവരൊന്നും വെറുതെ പറയല്ലതൊന്നും. ഉം. അപ്പൊ ഇങ്ങനത്തെ ഇവർക്ക് കേൾക്കാൻ തന്നെ അലർജിയാ. ഉം. അതുപോലെ കുറ്റപ്പെടുത്തുകയാണല്ലേ, അങ്ങനെ ആക്കുകയാണ്. അപ്പൊ ഇങ്ങളെ സംസാരം കേട്ടാൽ എന്താ വെച്ചാല് ഇപ്പൊ ഞാനൊക്കെ ശരിക്കും സുന്നി ഫാമിലി സുന്നിയാണ് സത്യത്തില്. പക്ഷെ എന്നാലും ഇപ്പൊ ഈ ജമാഅത്തിന്റെ ഇതിലൊക്കെയാണ് ഞാൻ അടുത്ത പള്ളി, നമുക്ക് അവിടെ കുറച്ചാണ് പോയ ജമാഅത്തിന്റെ ഒരു പള്ളിയുണ്ട്, ഞാൻ അവിടെ പോലെ ജുമാക്ക്. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു നിങ്ങള് സുന്നി ബേസിൽ ഇങ്ങനെ സംസാരിക്കൽ തുടങ്ങിയാന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് നിങ്ങളെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിരുദ്ധമുണ്ടോ? എനിക്ക് വിരുദ്ധമൊന്നുമില്ല. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. പിന്നെ ഞാൻ സുന്നിയാണ്. സുന്നി എന്ന് പറഞ്ഞാല് ഇവിടെ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, സുന്നി അങ്ങനെ പറഞ്ഞു നടക്കുന്ന അതെനിക്കറിയില്ല. ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ. നമ്മളൊക്കെ പോലെ തന്നെ. അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് ഹക്ക്, എന്താണ് ബാത്തില് എന്നുള്ളത് പഠിക്കാൻ ശ്രമിച്ചു. തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി. ഞാൻ അപ്പൊ നിങ്ങളൊരു പ്രഭാഷണം കേട്ടാല് നിങ്ങളൊക്കെ ക്ലിപ്പ് ഇട്ട് കണ്ടാണല്ലോ, അതോടുകൂടി ബോധ്യപ്പെടുകയാണല്ലോ, ഒരാൾ പറഞ്ഞ് ശരിക്കും കാണിക്കുകയാണല്ലോ. പിന്നെ ഞാൻ നിങ്ങൾ വേറെ ബോധ്യപ്പെടാൻ നല്ല ഉപകാരനാണ്. അതായത് മദനിന്റെ ഒരു പ്രഭാഷണം കേൾപ്പിച്ച്, മദനിന്റെ ഒരു പ്രഭാഷണങ്ങൾ കേൾപ്പിച്ചിട്ട് അതിനെ അവിടെ ഉപമിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് മദനിന്റെ കേൾക്കുമ്പോൾ ഇപ്പോൾ സുന്നികൾക്ക് ഒരുവിധം ബോധ്യപ്പെടും. അപ്പൊ മദനിന്റെ ചില പ്രസംഗത്തിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. നിങ്ങള് അവസാനമാണ് ഇപ്പൊ അള്ളാന്റെ അടുത്ത് പോയിട്ട് അള്ളാഹ് ഇനി എനിക്ക് എന്ത് ശരിയാക്കി തന്നെ. അപ്പൊ എല്ലാ വയസ്സക്കാരന്റെ അടുത്തും നാട്ടു പ്രമാണിന്റെ അടുത്തും വട്ടിക്കാരന്റെ അടുത്തും ഒക്കെ പോയിട്ടും ആരുടെ അടുത്തും ഒന്നും കിട്ടാതായപ്പം പിന്നെയാണ് അള്ളാഹ് ഞാൻ എന്താ ചെയ്യണേ ചോദിക്കുക. അപ്പൊ അത്രയും മോശക്കാരൻ. അതൊക്കെ മദന്റെ ചില പ്രഭാഷണത്തിലുണ്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളൊരു ഇത് കണ്ട് മദനിന്റെ ഒരു ക്ലിപ്പ് ഇട്ടുകാണ്ട് ഒരു സംസാരം. അപ്പൊ ഞങ്ങളുമായിട്ട് വെറുതെ ഒന്ന് സംസാരിക്കാനും പരിചയപ്പെടാനും വേണ്ടി വിളിച്ചതാട്ടോ. പേരെന്താ? എന്റെ പേര് ഹസനാണ്. ഹസൻ സാഹിബേ, ഒന്നും വേണ്ട. നിങ്ങളുടെ വൈഫ് അവര് കേട്ട പാട്ട്, അതിലൊരു പാട്ട് ഇങ്ങനെയാണുള്ളത്: സെന്തൂസി മടവൂര് സിദറത്തു ഹേ സിദറത്തുൽ മുന്തഹ കടന്നവരേ എന്നൊരു പാട്ടുണ്ട്. ഒരു പാട്ടല്ല, രണ്ടെണ്ണം ഞാൻ കേൾപ്പിച്ചു കൊടുത്ത. അപ്പൊ അത് എന്റെ പെണ്ണുങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല, ചെയ്യാൻ പറയാൻ പാടില്ല, അങ്ങനെയാണ്. എന്നാ അവരോട് പറഞ്ഞു കൊടുക്കുക. അത് മാത്രമല്ല, ഇപ്പൊ ഈ അമീർ ഒതുക്കുന്നത് പറഞ്ഞാലില്ല, നിങ്ങള് ചിലപ്പോ സംസാരിക്കുമ്പോ കുറെയൊക്കെ ഒരു ഇതിൽ പറഞ്ഞിട്ട് ഇത് പറയും നിങ്ങള്. അതായത് അജ്മീർ ഖോജ, പിന്നെ അതേപോലത്തെ ഇങ്ങനത്തെ ആളുകളെ നിങ്ങൾ, അതായത് അവരൊക്കെ നല്ല പിന്നെ സൂഫിയൊക്കെ കഴിഞ്ഞ് അതേപോലെ നല്ല നല്ല വിഭാഗത്തും നന്മ ചെയ്തുകൊണ്ടും തിന്മനെ ഒഴിവാക്കിക്കൊണ്ടും ഒക്കെ നല്ല ആളുകളാന്നുള്ള ഇടക്ക് ഇങ്ങനെ പറയുന്നുണ്ടേ. ഞാന് അത് പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനല്ല, അവരെ നല്ല നല്ല മനുഷ്യരായിട്ട് നടന്ന ആളുകൾ തന്നെയാണ്. അവിടെ തിരുത്തുണ്ട്. അജ്മീർ ഖാജിനെ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. മമ്പുറം തങ്ങള്, അതുപോലെ തന്നെ സൈദി മഖ്ദൂം പൊന്നാനി തങ്ങള്, അതുപോലെ ഉമർ ഖാലി, അതുപോലെയുള്ള ആളുകള്, പഞ്ഞക്കുളം ഖാജ ഹുസൈൻ പോലെയുള്ള ആളുകള് ഒരു കാലത്ത് ഇതിനു വേണ്ടിയിട്ട് ഖിദ്മ ചെയ്തുകൊണ്ട് ദഅവത്ത് ചെയ്തുകൊണ്ട് നടന്ന ആളുകളാണ്. അജ്മീർ ഖാജ പണ്ടും ഷിയാണ്, ഇപ്പോഴും ഷിയാണ്. മരിച്ചാലും ഷിയാണ്, ജീവിച്ചിരിക്കുമ്പോഴും ഷിയായിരുന്നു. അല്ല, അജ്മീർ ഖാജ ഇപ്പൊ ഇതില് ഇപ്പൊ ഈ പറഞ്ഞതിൽ പെടൂല. അജ്മീർ ഖാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണം മുഗൾ രാജവംശമായിരുന്നു പണ്ട് കാലത്ത് ഭരിച്ചിരുന്നത്. നൂറ്റാണ്ടുകളോളം. ആ കാലഘട്ടത്തിൽ ഷിയായിസമായിരുന്നു കൂടുതൽ ഇന്ത്യയിൽ വാണിരുന്നത്. അങ്ങനെ പേർഷ്യയിൽ നിന്ന്
ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ ഷിയായിസത്തിന്റെ വിത്ത് ഇന്ത്യയിൽ പാകിയിട്ടുണ്ട്. അത് പിന്നീട് അത് കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് മഹാരാഷ്ട്ര ബോംബെ ഒക്കെ. ഞാനൊന്ന് കട്ട് ചെയ്ത് വിളിക്കാം, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ, അലൈക്കും റഹ്മത്തുള്ളാ. അപ്പൊ ഹസൻ സാഹിബേ, അല്ല അത് ചിലപ്പോ ഒരു സെക്കൻഡ്, പിന്നെ അബ്ദുൽ ഖാദർ ജീലാനിയാവും ചിലപ്പോ നിങ്ങൾ പറഞ്ഞത്. അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി 40 വർഷം ദഅവത്ത് നടത്തി എന്നുള്ള അദ്ദേഹത്തിന്റെ പേരില് പിന്നീട് കള്ളക്കഥകള് മെനഞ്ഞതാണ്. അതിന് വേറൊരു കാര്യമുണ്ട്, ഈ വിഭാഗത്തൊക്കെ എടുത്ത് ഇങ്ങനെ നല്ലക്ക് നടന്നിന് ആളുകള് ഇവിടെ മരണപ്പെട്ടു പോയതിന്റെ ശേഷം അവരായിട്ട് ഇവന് കാട്ടുന്നതിനൊന്നും ഒരു ബന്ധമില്ല. അല്ല അതും ഒരു ശരിയുണ്ട്. നല്ല വിഭാഗത്തെടുത്ത് പിന്നെ നോമ്പും എല്ലാ കാര്യങ്ങളും സാധാരണക്കാരായിട്ട് സാറിന് ചെയ്തിന് ഒരാളായി കഴിഞ്ഞാല്. അതെ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെന്നുണ്ട് വിളിക്കണ്ട്. ഇതിൽ ഒരൊറ്റ കാര്യം, ഞാൻ നേരത്തെ പാടിയ ആ ഒരു പാട്ടിന്റെ വരിയുണ്ടല്ലോ, അവര് പാടിയ പാട്ട്, അതില് സിദ്റത്തുൽ മുന്തഹ കടന്നവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഇസ്രാ മിറാജ് പോയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇതിനപ്പുറത്തേക്ക് എനിക്ക് വരാൻ കഴിയില്ല പ്രവാചകരെ എന്ന് പറഞ്ഞ് പിന്നീട് പോകുന്ന ഒരു ഏരിയയാണ് സിദ്റത്തുൽ മുന്തഹ എന്നുള്ളത്. ഇവിടെ ഹിന്ദുസി മടവൂര് സിദ്റത്തുൽ മുന്തഹ കടന്നവരെ 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ മതി ഒറ്റയ്ക്ക്. 313 ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ നേതാവ് പ്രവാചകരാണ്, ലോകത്തിന്റെ നായകനാണ്. ആ ലോകത്തിന്റെ നായകനും പിന്നെ മറ്റു 300 ചില്ലാനം സ്വഹാബാക്കൾക്കും പകരം ഈ ഒരു മനുഷ്യൻ മതി എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി നിങ്ങളെ ആ ഒരു സാധനത്തിനെ എന്ന് അദ്ദേഹത്തെ അല്ല കുറ്റം പറയുന്നത്, ഈ പറയുന്ന മുസ്ലിയാക്കന്മാരെയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാ. ഞാൻ ജോലിയിലാണ്. ഈ വോയിസ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പുറത്താണുള്ളത്. ഞാന് നിങ്ങളെ വിളിക്കണ്ടേ, ഓരോ കാര്യങ്ങൾ അറിയാനും സംസാരിക്കാനും ആഗ്രഹമുള്ള ഒരാളാണ്. ഇൻഷാ അല്ലാഹ്. ഞാൻ മോന്റെ കല്യാണം വന്നാൽ ഞാൻ ക്ഷണിക്കും. ഇൻഷാ അല്ലാഹ് നാട്ടിലുണ്ടെങ്കിൽ വരും. ഞാനിപ്പോ നാട്ടിലുള്ള പുറത്താണല്ലേ. നിങ്ങൾ പുറത്ത് വെച്ചാൽ എവിടെ? ഞാനിപ്പോ ഉള്ള മഹാരാഷ്ട്രയിലാ. അത് ശരി, അങ്ങനെ. എന്നായിക്കോട്ടെ, എന്നാ ശരി കേട്ടോ. ശരി, ഈ വോയിസ് പുറത്ത് കേൾപ്പിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ? ഏത് ഇപ്പൊ നമ്മൾ സംസാരിച്ചത് നമ്മൾ അനാവശ്യമൊന്നും പറഞ്ഞില്ല. ഞാനെന്താ പറയാ, ഞാൻ ഫോൺ ചെയ്യാൻ എത്ര ഇങ്ങോട്ട് പ്രകോപിതനായാലും ഞാൻ വളരെ മനസ്സിലായി. അമീർ ഒതുക്കങ്ങൾ വെച്ച് സംസാരിക്കണമൊക്കെ കേട്ടാണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വയസ്സിൻ്റെതല്ല, ചില പ്രായം കുറഞ്ഞ ആളുകൾ നമ്മളെത്രയാലും പിന്നെ നിങ്ങളിന്നേ വിളിക്കുള്ളൂ. അതിന്റെ സംബോധന അങ്ങനെയാണല്ലോ. നമ്മളെടുത്ത് ഇസ്ലാമതും അതല്ലേ. കൊടുത്താൽ കിട്ടുന്ന 1-2 കാര്യങ്ങളിൽ ഒന്നാണ് സ്നേഹവും ബഹുമാനവും ഒക്കെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. എന്തായാലും പരിചയപ്പെട്ടതിൽ സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.